എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പൊന്മാൻ തിയേറ്ററുകളിലെത്തി എല്ലാവരും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. പൊന്മാൻ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. പറയുന്ന ചെറുപ്പക്കാർക്കും അതേസമയം പറയുന്ന പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതില് സംസാരിക്കുന്ന വിഷയം വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് വളരെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സിനിമയാണ്. ഒപ്പം അതിലെ ക്യാരക്ടർ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താ പറയുക, ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ അജേഷ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എത്ര മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണല്ല, പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവന്റെ ഒരു ഫൈറ്റും അവന്റെ ഒരു സർവൈവലും അവന്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകന്റെയും കൂടെ ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇതിൽ പൊന്നാണതിലെ വിഷയം. പൊന്ന് മാറ്റി അവിടെ വേറെന്ത് വെച്ചാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാറുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറെ പേര് സംസാരിക്കുന്നുണ്ട്. പഠിക്കുന്നവരൊക്കെ അതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്ന. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വ്യക്തിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനെ അല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസ് ആണ്. എല്ലാവരും എന്താ പറയാ, പേടിയോടെ നോക്കി കാണുന്ന ഒരു സാഹചര്യമാണ് അത്. ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അതൊരു ബാധ്യതയായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വ്യക്തിമായ കുറെ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടുകളുടെ സ്ത്രീയുടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നെറേറ്റീവ്. ആണുങ്ങളാണ് ഇതിനകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എന്റെ ക്യാരക്ടർ മാത്രമല്ല, സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിന്റെ വിക്ടിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പത്തിനപ്പുറം ഈ സിനിമ കുറെ വിക്ടിംസിന്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ. ഇവരൊക്കെയാണ് ഈ സിനിമയിലെ എന്തൊക്കെയാണ് കഥാപാത്രങ്ങളിലും നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിന്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ ജ്യോതിഷേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം, കുമ്പളങ്ങി നൈറ്റ്സും ബ്രഹ്മയുഗവും ഒക്കെ ചെയ്ത സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ അതിന് മേലെയോ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പൊ അതും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിന്റെ വിജയമാണ്. അതിന്റെ ക്രെഡിറ്റ് ഇതിന്റെ തിരക്കഥ എഴുതിയ ഇന്ദുഗോപൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പൊ അവരുടെയും ഒരു വലിയ സക്സസ് ആണ്. ഇതിലെ പ്രത്യേകിച്ച് ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും, ജീവിതം ഒരു പോരാട്ടമാണ്, കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിന്റെ അടുത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന
എന്നെ പോലെയുള്ളവരെല്ലാം അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിന്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഓവറോൾ എല്ലാ ടെക്നീഷ്യൻസിന്റെയും ഇപ്പോൾ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ്, ഞാൻ എല്ലാം പറയും, പിന്നെ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞോട്ടെ. എന്റെ ക്യാരക്ടർ അജേഷാണ്. ബാക്കി നിങ്ങളെ വലിയ എളുപ്പാക്കല്ലേ നന്ദി പറയൂ. അപ്പോ ബാക്കി ടെക്നീഷ്യൻസ് സാനു ജോൺ വർഗീസ്, അദ്ദേഹം വിശ്വരൂപം പോലെ വലിയ സിനിമകളുടെ ക്യാമറാമാനാണ്. ബദായിഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദി, തെലുങ്ക് സിനിമകളുടെ ഒക്കെ ക്യാമറാമാനാണ്. അദ്ദേഹത്തിന്റെ മലയാളത്തിൽ അദ്ദേഹം ആർക്കറിയാം എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ ക്യാമറ. അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചും കൊല്ലം എന്ന് പറയുന്ന സെറ്റിങ്ങിനെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തു എന്നുള്ളത് സാനു ചേട്ടനെ കുറിച്ചും നല്ല റെസ്പോൺസസ് ആണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ജസ്റ്റിൻ വർഗീസിന്റെ മ്യൂസിക്, പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോപ്പുലറായി വരുന്നു. ഇതിലെ മ്യൂസിക് എല്ലാ മുഹൂർത്തങ്ങളെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനും അതിലെ ഹൈ മൊമെന്റ്സിനൊക്കെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യാനും ഇമോഷണൽ രംഗങ്ങളെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനൊക്കെ എലിവേറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കുകളായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഒരു നല്ല സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിന്റെയും ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ റെസ്പോൺസ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ അത്രയും കോൺഫിഡൻസ് കൂടെ ഞങ്ങൾ പറയുകയാണ്. ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇനി കാണാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ, നിങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. പറഞ്ഞു അതിന് കൈമാറുന്ന കാര്യമില്ല. ഞാൻ കൈമാറാനാണോ? അല്ല, ശരിക്കും ഈ കല്യാണ പിരിവ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട്. അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപയായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ആയോ പൈസ വാങ്ങിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ടാത്. അപ്പൊ പൈസ വാങ്ങിക്കാന്നാണ് ചെയ്തത്. ഒരു കൈയിരിക്കണ ആരെങ്കിലും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് ഈ രാത്രിക്ക് ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരു 500 പേജിന്റെ ബുക്ക് നിറച്ച് ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത്രയും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. നാട്ടില് ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ കൊടുക്കാറില്ല, വാങ്ങിക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞ ബേസിൽ ശരിക്കും ഒരു അജേഷാണ്. കാരണം IT-യിൽ ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗവും ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ TV-യിൽ കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡീഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് 2000 എപ്പോഴോ. അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുമുട്ടി. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിൽ നിന്ന് വന്ന് സിനിമയിൽ എത്താൻ പറ്റി. കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഉള്ളിലുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞു ഇപ്പൊ കടത്തി പറയാനുള്ള
എല്ലാവരുടെ ഉള്ളിലുണ്ട് അജേഷ്, ഉറപ്പായിട്ടും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നില്ലേ? ഇല്ലേ? എടാ പോരാളി. അത് തന്നെ. ഇത് നേരത്തെ അലക്സാണ്ടർ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ പോരാളി. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ എല്ലാവർക്കും ഒരു 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 ബ്ലാക്കും അല്ല വൈറ്റും അല്ലാത്തൊരു ഷെയ്ഡ്സ് ആണുള്ളത്. എക്സെപ്റ്റ് ഈ മാർക്കണ്ഡേയ ശർമ്മ ഭയങ്കര നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് ഈ കഥ വായിച്ചപ്പോഴും സിനിമ കണ്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് ജീവിതത്തിൽ